നമസ്കാരം. 2016 ഇറാനിലെ സൗദി അറേബ്യയുടെ നയതന്ത്ര കാര്യാലയം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സൗദി ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളായതോടെ മിഡിൽ ഈസ്റ്റ് സംഘർഷഭരിതമായി. തങ്ങളുടെ എണ്ണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് സൗദി അറേബ്യ ആരോപിച്ചിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ സൗദിക്ക് നേരെ പലതവണ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഹൂതികൾക്ക് നേരെ സൗദി അറേബ്യയും സഖ്യകക്ഷികളും പലതവണ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നടത്തി. ഇരു രാജ്യങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളിലൂടെ ബന്ധം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് മാറിയിരുന്നു. ദീർഘകാലമായി വഷളായിരുന്ന സൗദി ഇറാൻ ബന്ധം 2023 ചൈനയുടെ മധ്യസ്ഥതയിലാണ് പൂർവ്വസ്ഥിതിയിലെത്തിയത്. തുടർന്ന് റിയാദിലും ടെഹ്റാനിലും ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും നയതന്ത്ര കേന്ദ്രങ്ങൾ പുനരാരംഭിക്കുകയും സാധാരണ ബന്ധം തുടരുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സൗദിയിലേക്ക് നിരോധിത മയക്കുമരുന്ന് ഒളിച്ചു കടത്തിയെന്ന കേസിൽ പിടിയിലായിരുന്ന 6 ഇറാനിയൻ പൗരന്മാരെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നാണ് ഏറ്റവും പുതിയ വിവരം. ശിക്ഷ നടപ്പാക്കിയത് സംബന്ധിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവന ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സൗദി പ്രസ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. സുരക്ഷാ വിഭാഗത്തിന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചുവെന്നും അവരുടെ കാര്യത്തിൽ നിയമാനുസൃത നടപടികൾ കൈക്കൊണ്ടുവെന്നുമാണ് പ്രസ്താവനയിൽ പറയുന്നത്. കുറ്റാരോപണം തെളിയിക്കപ്പെടുകയും അപ്പീൽ നൽകാനുള്ള അനുമതി നൽകുകയും ചെയ്ത കേസ് ഒടുവിൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതിലൂടെ പൂർത്തിയാക്കുകയായിരുന്നു. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിൽ വെച്ചാണ് വധശിക്ഷ നടപ്പാക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മയക്കുമരുന്ന് വിപത്തിൽ നിന്ന് പൗരന്മാരെയും പ്രവാസികളെയും രക്ഷിക്കാൻ രാഷ്ട്രം പ്രതിജ്ഞാബദ്ധരാണെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും നിയമപരമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും സൗദി മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മയക്കുമരുന്ന് ഇടപാട് സൗദിയിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ്. മാത്രമല്ല, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇക്കാര്യത്തിൽ സൗദി വിട്ടുവീഴ്ച ഇല്ലാതെ നിലപാട് സ്വീകരിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് ദമ്മാമിൽ നിന്ന് ചില ഇറാൻ പൗരന്മാർ അറസ്റ്റിലായതും ശിക്ഷിക്കപ്പെട്ടതും. തങ്ങളുടെ പൗരന്മാരെ തൂക്കിലേറ്റുക വഴി അന്താരാഷ്ട്ര നിയമങ്ങൾ സൗദി അറേബ്യ ലംഘിച്ചിരിക്കുകയാണെന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ടെഹ്റാനിലെ സൗദി അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് കേസിൽപ്പെട്ട 117 പേരെയാണ് സൗദി അറേബ്യ കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത്. 2023 മയക്കുമരുന്ന് ഇടപാടുകൾക്കെതിരെ സൗദി ശക്തമായ നടപടി ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞതോടെയാണ് നടപടി കടുപ്പിച്ചത്. ഇസ്ലാമിക രാജ്യങ്ങളിലെ 2 ചിന്താധാരകൾക്ക് മുന്നിലുള്ളവരാണ് സൗദി അറേബ്യയും ഇറാനും. സുന്നി വിഭാഗത്തിന് മേൽക്കൈയുള്ള സൗദിയും ഷിയ വിഭാഗത്തിന് സ്വാധീനമുള്ള ഇറാനും പല വിഷയങ്ങളിലും ഭിന്ന അഭിപ്രായക്കാരാണ്. യമൻ, സിറിയ, ഇറാഖ് തുടങ്ങിയ സംഘർഷ മേഖലകളിൽ ഇരുപക്ഷത്ത് നിലയുറപ്പിച്ച സൗദിയും ഇറാനും പക്ഷേ ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് പലസ്തീൻ വിഷയത്തിൽ മാത്രമാണ്. എന്നാൽ മറ്റു കാര്യത്തിലുള്ള ഭിന്നതകൾ മറന്ന് ചൈനീസ് മധ്യസ്ഥതയിൽ യോജിപ്പിക്കാൻ തീരുമാനിച്ച സൗദിയും ഇറാനും ഇപ്പോൾ വീണ്ടും ഉടക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നേരത്തെ തന്നെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് സൗദിയും ഇറാനും കൊമ്പ് കോർക്കുന്നത്. വരും ദിവസങ്ങളിൽ അറിയാം സൗദിയുടെയും ഇറാന്റെയും നീക്കങ്ങൾ. സൗദിയുടെയും ഇറാന്റെയും നിലപാടുകൾ എന്തായാലും പശ്ചിമേഷ്യയെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.